അള്ളാഹ് പൊരുത്തപ്പെട്ടത് സംസാരിക്കുക. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ സംസാരം ചുരുക്കിയവരാ. അവരിങ്ങനെ വായാടിത്തം പറയൂല, അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചു. കാരണം അവർക്ക് പേടിയാണ് അള്ളാഹു പൊരുത്തപ്പെടാത്ത വല്ല വാക്കോ ഇടപെടലോ എന്നിൽ സംഭവിക്കുമോ എന്ന ആ വലിയ അള്ളാഹ് എന്ന ചിന്തയിലുള്ള ഈമാനിൻ്റെ ആ ഓർമ്മ എപ്പോഴും അവർ നിലനിർത്തിയിരുന്നു. നമുക്കിപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും എന്തു പറയാനും കള്ളപ്രചാരം നടത്താനും എല്ലാത്തിനും ഒരു വിഷമവുമില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഏത് കള്ളം പറഞ്ഞാലും ഇബത്ത് പറഞ്ഞാലും ഫിത്ന ഉണ്ടാക്കിയാലും ഫസാദ് ഉണ്ടാക്കിയാലും ചീത്ത പറഞ്ഞാലും, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെയാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലമാനൊക്കെ താറടിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് നാവിന് സീല് വെക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അവിടെ കള്ളസാക്ഷി പറയാനോ കള്ളപ്രചാരം നടത്താനോ കളവുകളുമായി ഇടപെടാനോ ഒന്നും അന്ന് പറ്റൂല. നാവിന് സീല് ചെയ്തു പോയി. അവരവരുടെ കൈകൾ സംസാരിക്കുന്ന വിഷയത്തിന് കാലുകൾ തന്നെ സാക്ഷി നിൽക്കുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട് എന്ന ഓർമ്മ എപ്പോഴും നമ്മിലുണ്ടായി. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഈ പരിശുദ്ധമായ ശഅബാനും വരാൻ പോകുന്ന റമദാനുമൊക്കെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ആദരിക്കേണ്ടവരെ ആദരിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. ആ നിലക്കുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ വാർഷിക മാസമായതിനാൽ ഈ ശഅബാനിൽ എപ്പോഴും ഒരു ദിവസം ചുരുങ്ങിയതൊരു 300 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് കഴിയണം. ഇനി ശഅബാൻ തീരുന്നത് വരെയെങ്കിലും അങ്ങനെ ദിവസം ഒരു 300 സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 700 സ്വലാത്ത് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ചെല്ലാൻ വേണ്ടി നാം ശ്രമിക്കുകയും അത് മരണം വരെ നിലനിർത്താൻ വേണ്ടിയുള്ള സന്മനസ്സുകൂടെ നാം ഉണ്ടാക്കിയാൽ റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിൽ ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അതിനാൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലിയാൽ ദോഷം പൊറുക്കും, ഈമാന് പവർ കൂടും, ഇഖ്ലാസിന് പവർ കൂടും, തഖ്വക്ക് പവർ കൂടും, വറഅന് സൂക്ഷ്മതക്ക് പവർ കൂടും. അതുകൊണ്ട് രോഗങ്ങൾ സുഖപ്പെടും, കടങ്ങൾ വീടിക്കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, ടെൻഷൻ നീങ്ങിക്കിട്ടും, തങ്ങളെ പിടുത്തവും അവിടുത്തെ ഇടപെടലും നമ്മിലുണ്ടാകും. മരിക്കുന്ന സമയം തങ്ങളെ കണ്ട് തപസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാനും സ്വലാത്തിൻ്റെ അഹലുകാർക്ക് പറ്റും. മരണം സംഭവിച്ചാൽ ഖബറിൽ തങ്ങളെ സ്വീകരണവും കിട്ടും. ഒരു ഖബറാളിയോട് മലായികത്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫി ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ, ഇവരെ നിങ്ങൾക്കറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സ്വലാത്തിൻ്റെ അഹലുകാർക്ക് തങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ആദരവോടെ താഴ്മയോടെ അവർ പറയും ഹാദാ